ഞാൻ ഇപ്പോൾ ഓർക്കായിരുന്നേ ഇന്ന് വീഡിയോക്ക് ഇടാൻ കണ്ടന്റ് ഒന്നും എൻ്റെ ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചി കുറേ ചപ്പും ചവറും വെച്ചിട്ട് കുറേ സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചപ്പും ചവറും നല്ലൊരു ആയുർവേദ കൂട്ട്. അപ്പം ഞാൻ കരുതി എനിക്ക് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള കേട്ടോ, കുറേ ഒന്നും ഉണ്ടാക്കില്ല മടിച്ചായോണ്ട്. നമുക്ക് ഉണ്ടാക്കിയാലോ? ഇതാണ് അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആയുർവേദ കൂട്ടിൻ്റെ സോപ്പുകൾ. കുറേ ഉണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടൊന്നും അല്ല. അപ്പോൾ ഞാനതിൽ നിന്ന് ഒരെണ്ണൊക്കെ എടുത്തത് ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരെണ്ണെടുത്ത് മുഖമൊക്കെ കഴുകി നോക്കി അടിപൊളിയാണ് കേട്ടോ. ഇതിനെ ഞാൻ പിന്നെ ഇടാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കാം. ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ അമ്മച്ചി എല്ലാ സോപ്പ് ബേസും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോൻ്റെ സോപ്പ് ബേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിത് ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അതേ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇങ്ങനെ മാറ്റാം. മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് നല്ല പോലെ അരച്ചെടുക്കണം. നമ്മളൊരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അത് മിക്സിയിലിട്ടിട്ട് അടിച്ചത്. എന്നിട്ട് അരച്ചിട്ട് നമ്മളത് ആ നീര് അരിച്ചെടുത്തേക്കാണ്. ഓർക്കുക, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മളതിലേക്ക് ഒരു ക്യാപ്സ്യൂളും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതെനിക്കായതുകൊണ്ട് നമ്മൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു സ്പൂണ് ഗ്ലിസറിനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. സോപ്പ് ഉണ്ടാക്കാനായതുകൊണ്ട് ഒരു പഴയ ഒരു പാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രമൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പഴയത് ഏതെങ്കിലും നാശമായിട്ടില്ല എങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിൽ കുറച്ച് വെള്ളം വയ്ക്കുക. ഡബിൾ ബോയിൽ ചെയ്യാനാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോപ്പ് ബേസ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും കേട്ടോ. ഒരു പഴയ കത്തിയാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കേണ്ടത്. നമ്മൾ കൂട്ടാനൊന്നും മുറിക്കുന്ന കത്തിയൊന്നും അധികം എടുക്കേണ്ട, കാരണം സോപ്പായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. നന്നായി ചെറുതാക്കി അരിയുക കേട്ടോ. അപ്പോൾ അതേ സോപ്പ് ബേസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മെൽറ്റായി കഴിയുമ്പോൾ നല്ലോണം താഴും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല. സോപ്പ് വയ്ക്കാനുള്ള മോൾഡ് നമ്മൾ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയല്ല ഓയിലാണ് പുരട്ടുന്നത്. അതും പുരട്ടിയതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സംഭവം റെഡിയാവുക വേണ്ടോ നമുക്കിതിലേക്ക് ഒഴിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ അതേ സോപ്പ് ബേസ് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. നമുക്ക് കണ്ടറിയാം ഭയങ്കരമായിട്ട് താന്ന് പോകുന്നു കേട്ടോ. പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ അതേ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. മെൽറ്റായി നല്ലോണം വരട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അത് അമ്മച്ചിയായി ഉണ്ടാക്കില്ല. അമ്മച്ചി ഇതിൻ്റെ ആശാക്തിയാണ്. അമ്മച്ചിക്ക് ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ജീവനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആയി വന്നു. നമ്മളത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക നമ്മൾ ഒഴിച്ചതിന് ശേഷം. ഈ ഒരു കളറായിരിക്കും കേട്ടോ നമ്മുടെ സോപ്പിനും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഒന്ന് അതിൽ വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മളതൊന്ന് താഴേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു സംഭവം ചേർക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാ കടയിൽ നിന്നും കിട്ടുമായിരിക്കും അല്ലേ അമ്മച്ചി. പക്ഷേ അതിൻ്റെ ഇതൊക്കെ മൂടി തുറന്നു പോയി. അപ്പം നമ്മളൊരു 2 ഡ്രോപ്പോ അല്ലെങ്കിൽ 1 ഡ്രോപ്പ് അങ്ങനെ ഒഴിച്ചാൽ മതി. നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അതും കൂടി ഒഴിക്കാം. അപ്പോൾ ദാ സോപ്പ് പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി മോൾഡിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ചൂടോടെ കൂടെ തന്നെ ഒഴിച്ചു വെക്കാം. ഇതിൽ പാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാം കേട്ടോ. ഈസി ആയിട്ട് അത് എടുത്ത് കളയാം. എന്നിട്ട് അപ്പുറത്തെ ബോളിൽ കിട്ടാൽ മതി നമുക്ക്. പിന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല നമുക്ക്. പാതി ഉണ്ടായാലും കുഴപ്പമില്ല. അതൊരു സോപ്പ് ആണല്ലോ എല്ലാം ചെയ്യാം. അപ്പോൾ ദേ ഇത് സെറ്റാവാനായിട്ട് ശരിക്കും 4 മണിക്കൂറാണ് വേണ്ടത്. അപ്പോൾ നമ്മളിന്ന് നൈറ്റ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ എടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ. അതെ, ഈ ഒരു കുഞ്ഞു പാത്രത്തിലും കൂടി ഉണ്ട് എൻ്റെ മോന് വേണ്ടിയിട്ട് ബാക്കി വന്നത്. അപ്പോൾ അതേ നാളെ ഞാൻ ഈ സോപ്പിൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ അതേ നമ്മുടെ സോപ്പൊക്കെ അതേ നല്ല പോലെ സെറ്റായിട്ടോ. ആ വിചാരിച്ച കളർ കിട്ടിയില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, കളറൊന്നും ചേർത്തുമില്ലല്ലോ. അപ്പോൾ അത്രയും നമുക്ക് കളറൊന്നും കിട്ടിയില്ല. ഇതാണ് കേട്ടോ സോപ്പ്. അതുപോലെ കുഞ്ഞി സോപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ.